വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. സോ ഇവിടെ കുറേ ഇക്കണോമിക്കൽ കൺസിഡറേഷൻസുകൾ എങ്ങനെയായിരിക്കണം ഒരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എല്ലാം ബേസിക് കാര്യങ്ങളാണ് കേട്ടോ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഫാർമസി മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റൽ ഫാർമസി എന്താണ്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണല്ലേ ചെയ്യാം. എന്നാൽ ഒരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, അവർക്ക് ആവശ്യമുള്ള മെഡിക്കമെൻറ്റ്സോ അല്ലെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് കിട്ടാത്തതോ അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ളതോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതോ ആയിട്ടുള്ള വസ്തുക്കൾ അവരുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുവാണ്. അത് പേഷ്യൻസിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെന്ത് പറയാം? ഒരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു മാനുഫാക്ചറിങ്ങിനും അതിൻ്റേതായ കുറച്ച് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മളതിനെ GMP, അതായത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. അതുമാത്രമല്ല, അതിൻ്റെ സ്റ്റാൻഡേർഡ്സുകൾ അക്കോർഡിംഗ് ടു ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരവുമായിരിക്കണം. സോ നമ്മൾ ഏതൊരു സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മൾ വെറുതെ കയറി ഉണ്ടാക്കുകയല്ല ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുകയല്ല ചെയ്യുക. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ എന്താണോ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എന്താണോ ആവശ്യമുള്ളത് അത് മാത്രമേ ചെയ്യുള്ളൂ. അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള സ്റ്റാഫ് ഉണ്ടോ, ലേബർ ഉണ്ടോ, അവൈലബിലിറ്റി ഉണ്ടോ, ഡിമാൻഡ് ഉണ്ടോ, ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടോ, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ അവർ നോക്കാറുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് പറയേണ്ട എക്കണോമിക് കൺസിഡറേഷൻ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ എക്കണോമിക്കൽ കൺസിഡറേഷൻസ് ആണ് കേട്ടോ. സോ എടുത്ത സിലബസിൽ പറയുന്നുണ്ട് എക്കണോമിക്കൽ കൺസിഡറേഷൻ കേട്ടോ. സോ ഫേസ്റ്റ് വൺ ഈസ് ക്വാളിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ സാധനങ്ങൾക്കും ക്വാളിറ്റി ഉണ്ടായിരിക്കണം. സോ ബേസിക്കായിട്ട് നമ്മൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. സോ ഔട്ട്സൈഡ് നമ്മൾ വാങ്ങുന്ന ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വില കുറവാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഉണ്ടാക്കുന്ന പപ്പടവും പുറത്തുനിന്ന് വാങ്ങുന്ന പപ്പടവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പപ്പടത്തിന് വില കൂടുതലായിരിക്കും, പുറത്തുണ്ടാക്കുന്നതിന് വില കുറവായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ മാനുഫാക്ചറിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന സാധനത്തിന് വില കുറവാണ്, പുറത്തുനിന്ന് വില കൂടുതലാണ്, സെയിം സാധനമാണ്, പക്ഷെ ക്വാളിറ്റി നമ്മുടേതാണ് കൂടുതലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഇൻ ഹൗസ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. നമുക്ക് വെറുതെ അങ്ങനെ എന്തും കയറി അങ്ങ് ഉണ്ടാക്കാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് നമ്മൾ ചെയ്തിരിക്കണം. അതുമാത്രമല്ല, നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സ്യൂട്ടബിൾ ആയിരിക്കണം. ക്വാളിറ്റിയിൽ ഒരു തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുറയാനൊന്നും പാടില്ല. കൂടിയ കുഴപ്പമില്ല, കുറയാൻ പാടില്ല. അതേ ഉള്ളൂ കേട്ടോ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ നെക്സ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. സോ ക്വാണ്ടിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, മേ ബി ചിലപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ടിൽ ഉണ്ടാക്കണം എന്നില്ല, ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചായിരിക്കും ഉണ്ടാക്കുക അല്ലേ. സോ ബേസിക്കായിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ തന്നെയും നമ്മൾക്ക് ഡിമാൻഡിനനുസരിച്ച് ഇത് കൊടുക്കാൻ പറ്റണം. അതായത് ഇപ്പോൾ പേഷ്യൻസ്, കൺസ്യൂമേഴ്സ് അത്രയും ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഡേ ടു ഡേ ബേസിസ് ആണെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് കൊടുക്കാനായിട്ട് സാധനം ഉണ്ടാവണം എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് പ്രൊഡക്ഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ പറയുന്നത് പ്രോസസ് ഇൻ വിച്ച് വാല്യൂ ഓർ യൂട്ടിലിറ്റി ഈസ് ക്രിയേറ്റഡ്. അതായത് നമുക്കവിടെ യൂസ് അല്ലെങ്കിൽ നമുക്കത് വേണം, ആവശ്യമുണ്ട് എന്ന് ക്രിയേറ്റ് ആവുമ്പോഴാണ് പ്രൊഡക്ഷൻ യൂഷ്വലി നടക്കുക. സോ കൺസപ്ഷൻ അറിയാലോ, ആരാണോ കൺസ്യൂം ചെയ്യുന്നത്, അവിടെ പേഷ്യൻസ് ആണ് കൺസ്യൂം ചെയ്യുക. സോ നെക്സ്റ്റ് വൺ ഇസ് കോസ്റ്റ്. സോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മോണിറ്ററി ഉണ്ടാവും, നോൺ മോണിറ്ററി ഉണ്ടാവും. സോ മോണിറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ റുപ്പീസിലായിരിക്കും വാല്യൂ ചെയ്യുക. നോൺ മോണിറ്ററി കോസ്റ്റ് ആണെങ്കിൽ വാല്യൂ റുപ്പീസിനായിരിക്കില്ല. ഇവിടെ കൺസെപ്ഷൻ ഓഫ് ഹ്യൂമൻ കനോട്ട് ബി അലൊക്കേറ്റഡ് വാല്യൂസ്. അതായത് ഇവിടെ നമുക്ക് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കൺസെപ്ഷൻ ഓഫ് ഹ്യൂമൻ ആണ് നമ്മളുടെ കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഫാർമസിക്കകത്ത് നിന്ന് നേരിട്ട് സാധനം വിൽക്കുന്നു, അപ്പോൾ അത് പേഷ്യൻറ്റിന് കിട്ടുന്നു. സോ പേഷ്യൻറ്റ് പൈസ കൊടുത്ത് വാങ്ങുന്നു, അത് മോണിറ്ററി ആണ്. സോ നോൺ മോണിറ്ററി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻഹൗസ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ് സാധനങ്ങൾ ഫാർമസി കൊടുക്കുന്നു, പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. സോ അവിടെ എന്താണ്, അവിടെ കൺസെപ്ഷൻ അനുസരിച്ച് അവിടുത്തെ സബ് ഫാർമസി ഈ ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക, അതനുസരിച്ച് സാധനം പോകുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിച്ച് നമ്മുടെ എക്യുപ്മെൻറ്റ്സ്, മെഷീൻസ്, കാര്യങ്ങളൊക്കെയാണ് ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കുക. സോ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്കൊരു ഫിനിഷ്ഡ് ഗുഡ് പ്രൊഡക്ട്സ് ഫോർ ഹ്യൂമൻ സർവീസിന് കൊടുക്കുന്നു, ലൈക്ക് ഹ്യൂമൻ സർവീസ് ഇൻ ടു സർവീസ്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രോഫിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം. സോ
ബേസിക്കായിട്ട് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഫസ്റ്റ് കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ലോസ് ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈക്വലി അബ്സോർബ് ചെയ്യുകയായിരിക്കും ചെയ്യുക, അല്ലാണ്ട് ഒരു കാര്യത്തിലേക്കോ അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് സ്റ്റോപ്പോ ചെയ്യില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പപ്പട ബിസിനസ് ചെയ്യുവാണ്. സോ പപ്പട ബിസിനസ് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കുറച്ച് ലോസ് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരൊക്കെയാണോ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പപ്പട കമ്പനിയിലേക്കായിരിക്കും അബ്സോർബ് ചെയ്യുക, ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്കായിരിക്കും അബ്സോർബ് ചെയ്യുക, അല്ലാണ്ട് ഡയറക്റ്റ്ലി ഞാൻ പപ്പട ബിസിനസ് നിർത്തില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ആകുന്നു എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. എക്സ്ട്രാ ഇൻകം, ആ ഒരു പോയിന്റ് മാത്രം മനസ്സിൽ വെച്ചിരുന്നാൽ മതി. സോ ബേസിക്കായിട്ട് ഇപ്പോൾ ഞാൻ 10 രൂപയാണ് ചിലവാക്കുന്നതെങ്കിൽ ഒരു 12 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 2 രൂപയാണ് എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻകം എന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്കൊരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 12 മാസത്തിനുള്ളിൽ എനിക്ക് ഇത്ര ലാഭമാണ് കിട്ടിയത്, അല്ലെങ്കിൽ 16 മാസം എടുത്തപ്പോഴാണ് എനിക്ക് ഇത്ര ലാഭം കിട്ടിയെന്നല്ല, നമുക്കൊരു സ്പെസിഫിക് ടൈം പീരീഡും ഉണ്ടാകും. അത് നമ്മുടെ കൺസിഡറേഷൻ ആയിരിക്കും. സോ അവിടെ നമ്മൾ ലോസും കൺസിഡർ ചെയ്യും, പ്രോഫിറ്റും നമ്മൾ കൺസിഡർ ചെയ്യും കേട്ടോ. സോ ലോസ് ആണെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ്, ലാർജ് കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ആണ്. സോ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു സാധനത്തിനെ സംബന്ധിച്ച് ഇപ്പം സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പപ്പടം നമുക്ക് ആവശ്യമാണെങ്കിൽ പപ്പടത്തിനുള്ള റോ മെറ്റീരിയൽസ് വാങ്ങുക, പിന്നെ ആ റോ മെറ്റീരിയൽസ് കൊണ്ടിട്ട് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം പാക്ക് ചെയ്ത് പപ്പടം ആക്കി കവറിലേക്ക് ആക്കുക, എന്നിട്ട് അത് കൺസ്യൂമേഴ്സിന് കൊടുക്കുക. കൺസ്യൂമേഴ്സിന് വീണ്ടും ആവശ്യം വരുമ്പം കമ്പനി വീണ്ടും അത് ഉണ്ടാക്കുന്നു, അങ്ങനെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. സോ ഒരു സപ്ലൈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് അവർക്ക് സാധനങ്ങൾ ലൈക്ക് വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ വാല്യൂ ഫോർ പ്രൈസ് എന്ന് പറയുന്നത് പോലെ അവർക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയ ആ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ് ആണ്. സോ എസ്റ്റിമേഷൻ ഓഫ് ഡിമാൻഡ് ഇൻ ദ സെൻസിൽ ഇൻ ദ ഹോസ്പിറ്റൽ ദ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റെറിൽ ആൻഡ് നോൺ സ്റ്റെറിൽ പ്രിപ്പറേഷൻ ഡിപ്പെൻഡ് ഓൺ ദ റിക്വയർമെൻറ്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർദർ ഡിമാൻഡ്. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡിമാൻഡിങ് അനുസരിച്ചായിരിക്കും സാധനങ്ങൾ മാനുഫാക്ചർ ചെയ്യുക. അത് സ്റ്റെറിലാണെങ്കിലും നോൺ സ്റ്റെറിൽ ആണെങ്കിലും ചില സമയത്ത് നമുക്ക് ഡിമാൻഡുകൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ വേറെ റൂളുകൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ജഡ്ജ്മെൻറ്റ്, പാസ്റ്റ് ഹിസ്റ്ററി, കാഷ്വൽ മെത്തേഡ്. സോ ബേസിക്കായിട്ട് നമുക്കെല്ലാം അറിയാം നമ്മൾ എങ്ങനെ എസ്റ്റിമേഷൻ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കൺസെപ്ഷൻ അറിയുന്നത്. നമ്മൾ നോർമലി ചെയ്യുക ഒരു 3 മാസത്തെയോ അല്ലെങ്കിൽ 4 മാസത്തെയോ ഇല്ലെങ്കിൽ 12 മാസത്തെയോ, മാസം കൂടുന്തോറും നമുക്ക് ആക്യുറേറ്റ് ഡേറ്റ് കിട്ടും എന്നാണ് പറയുക. സോ എത്രയാണോ നമ്മൾ മന്ത്ലി എടുത്ത കൺസെപ്ഷൻ അത് ഡിവൈഡ് ബൈ എത്ര മാസം എടുത്തു എന്നുള്ളതാണ് നമ്മൾ ആവറേജ് കൺസെപ്ഷൻ എടുക്കുക. സോ അതിനേക്കാൾ മോറോവർ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ജഡ്ജ്മെൻറ്റ്സ് വെച്ച് ചെയ്യാം. അതായത് നമുക്ക് ഇത്ര ഉണ്ടായിരിക്കാം, ഇങ്ങനെ ഉണ്ടാകും, ജഡ്ജ്മെൻറ്റുകൾ ചെയ്യാം. പിന്നെ പാസ്റ്റ് ഹിസ്റ്ററി നമുക്ക് നോക്കാം, അതായത് നമ്മുടെ കൺസെപ്ഷൻ ഒക്കെ നോക്കാം. പിന്നെ കാഷ്വൽ മോഡലും നമുക്ക് നോക്കാൻ പറ്റും. ഇത്രയും മോഡൽസ് നമുക്ക് ഉള്ളത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ പറയാൻ. ബേസിക് കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ഭയങ്കര എളുപ്പമാണ്, ഞാൻ അധികമൊന്നും പറഞ്ഞിട്ട് വരില്ല, ചുമ്മാ കേട്ടിരിക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. താങ്ക് യു. ബൈ.